ആവറേജ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആവറേജിന്റെ ഇക്വേഷൻ സം ബൈ നമ്പർ ആണ്. ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 5 നമ്പർ തരികയാണ്. ആ 5 നമ്പറിന്റെ ആവറേജ് കാണാൻ പറഞ്ഞാൽ ആ 5 നമ്പറും കൂട്ടുക, അതേ ബൈ 5. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും. അപ്പം ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് 15,10,5. അതായത് 15, 10, 5 ഇതിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ആവറേജിന്റെ ഇക്വേഷൻ ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. സം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? 15 പ്ലസ് 10 പ്ലസ് 5 ഹോൾ ഡിവൈഡ് ബൈ എത്ര നമ്പർ ഉണ്ട്? 1, 2, 3. ഇത് ചെയ്ത 15, 10 പ്ലസ് 5 15, 15 പ്ലസ് 15 30, 30/3. 30/3 വെട്ടിച്ചെറുതാക്കിയാൽ 10. ഇത്രയേ ഉള്ളൂ. അതായത് ആവറേജിന്റെ ഇക്വേഷൻ സം ബൈ നമ്പർ ആണ്. നമ്പേഴ്സ് 3 എണ്ണം തന്നിട്ടുണ്ട്. ആ 3 എണ്ണം കൂട്ടി ബൈ 3. അപ്പോൾ 30/3 ഈക്വൽ ടു 10. അപ്പോൾ 10 ആണ് ഇതിന്റെ ആൻസർ. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് ഓഫ് 14, 11, 8, x, 19 ഈസ് 13. ദ വാല്യൂ ഓഫ് x ഈസ് ഓപ്ഷൻസ് വന്നിട്ട് 52, 12, 16, 13. അപ്പൊ നമുക്ക് ആവറേജിന്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. ആവറേജ് ഈക്വൽ ടു എന്താണ്? സം ബൈ നമ്പർ. അപ്പൊ ആവറേജ് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? 13 തന്നിട്ടുണ്ട്. അപ്പൊ 13 ഈക്വൽ ടു സം. സം ഉദ്ദേശിക്കുന്നത് എല്ലാം കൂടി കൂട്ടുക. ഈ നമ്പേഴ്സ് 14 പ്ലസ് 11 പ്ലസ് 8 പ്ലസ് എക്സ്, ഈ എക്സും കൂടി കൂട്ടുക. പ്ലസ് 19 ബൈ എണ്ണം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 5. അപ്പോൾ ഈ നമ്പേഴ്സ് ഇപ്പൊ 14, 11, 8, 19 ഇത് നമുക്ക് കൂട്ടാം. അപ്പൊ 14, 11, 8, 19 9, 1, 10, 18, 22, 2, 2, 3, 4, 5, 52 ആണ് വരിക. അപ്പൊ 13 ഈക്വൽ ടു 52. ഈ എക്സ് ഇവിടെ ഉണ്ട്. അപ്പൊ പ്ലസ് എക്സ് ബൈ 5. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. 5നെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 13 × 5 5 × 3 15, ബാക്കി 1 6 65. 65 ഈക്വൽ ടു 52 പ്ലസ് എക്സ് കിട്ടി. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 65 മൈനസ് 52. അപ്പൊ 3 കിട്ടി, 1 30. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വളരെ എളുപ്പമാണ്. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇക്വേഷൻസിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എക്സ് ഇതിന്റെ ഒപ്പം പ്ലസ് എക്സ് ഇടുക. എന്നിട്ട് ഈ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അപ്പൊ വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുത്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 4 പ്രൈം നമ്പേഴ്സ്. ആദ്യത്തെ 4 പ്രൈം നമ്പറിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം ഈ പ്രൈം നമ്പേഴ്സ്, ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സ് ഏതാണെന്ന് അറിയണം. ആദ്യത്തെ 4 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 2, 3, 5, 7. 2, 3, 5, 7 ആണ് ആദ്യത്തെ 4 പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഈ 2ലും 1ലും ആ നമ്പറിലും 1 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5നെ 5 കൊണ്ട് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് പ്രൈം നമ്പർ. അപ്പൊ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. അതായത് ഈക്വൽ ടു സം എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 പ്ലസ് 5 പ്ലസ് 7 ബൈ 1, 2, 3, 4 ബൈ 4. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്ലസ് 3 5, 5 പ്ലസ് 10 17 ബൈ 4. 17 ബൈ 4 ആണ് കിട്ടുക. 17 ബൈ 4 ചെയ്ത് നോക്കാം. 4 × 4 16, ബാക്കി 1 0.2 8 25. 4.25 ആണ് കിട്ടുന്നത്. 4.25 ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് വളരെ എളുപ്പമായിരുന്നു. പക്ഷെ എന്തറിയണം? നമുക്ക് ഈ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അത് ആഡ് ചെയ്തു, അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു, ആൻസർ കിട്ടി 4.25. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുത്തു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് ഓഫ് 15 person ഈസ് 24 years. Later a boy joined into this group, then the average becomes 23 years. The age of boy will be. അതായത് 15 ആൾക്കാരുടെ വയസ്സ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. 15 ആൾക്കാരുടെ വയസ്സിന്റെ ആവറേജ് 24 years. ലേറ്റർ എ ബോയ് ജോയിൻ, അതിനുശേഷം ഒരു ബോയ് ജോയിൻ ചെയ്തപ്പോൾ ആവറേജ് എത്രയായി മാറി? 23 ആയി. അങ്ങനെയാണെങ്കിൽ ഏജ് ഓഫ് ബോയ് ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ആദ്യം നമുക്ക് എഴുതാം ആവറേജിന്റെ ഇക്വേഷൻ എന്താണ്? സം ബൈ നമ്പർ. ഇപ്പൊ ആദ്യത്തെ ആവറേജ് 15 പേരുടെ ആവറേജ് 24 തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് 24 ഈക്വൽ ടു സം ബൈ നമ്പർ എത്രയാണ്? 15. ഇതിൽ നിന്ന് നമുക്ക് മൊത്തം സം കണ്ടുപിടിക്കാം. സം എല്ലാവരുടെയും തുക എന്ന് പറയുന്നത് എന്ത് വരും? 24 × 15 ഇതാണ്. അപ്പൊ 24 × 15 ചെയ്യുമ്പോൾ 5 × 4 22, 5 × 2 10, 12, 1 × 4 4, 1 × 2 2, 0 6 3 360. അപ്പൊ സം ഈക്വൽ ടു എത്ര കിട്ടി? സം ഈക്വൽ ടു 360 കിട്ടി. ഈ ഒരു സെക്ഷൻ 24 പേരുടെ വെച്ച് ചെയ്തപ്പോ 24 പേരുടെ വയസ്സ് മൊത്തം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 360 കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് ചെയ്തു? ലേറ്റർ എ ബോയ് ജോയിൻഡ് ഇൻ ടു ദിസ് ഗ്രൂപ്പ്. ഒരു ബോയ് ജോയിൻ ചെയ്തപ്പോ ആവറേജ് ബിക്കംസ് എത്ര? 23 ഇയേഴ്സ് ആയി. അപ്പൊ അടുത്ത ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. ആവറേജ് എത്രയെന്നാണ് പറയുന്നത്? 23 ആയിന്നാണ് പറയുന്നത്. 23 ഈക്വൽ ടു സം ബൈ നമ്പർ. അതായത് നമ്പർ 15 പേരായിരുന്നു. ഒരു ബോയ് ജോയിൻ ചെയ്തു. ബോയ് ജോയിൻ ചെയ്തപ്പോ എത്ര? 16 ആയി. അപ്പൊ സം ഈക്വൽ ടു എത്ര കിട്ടി? 23 × 16, 6 × 3 18, ബാക്കി 1, 6 × 12 13, 1 × 3 2, 8 6 3 368. അപ്പൊ 15 പേരുടെ സം ചെയ്തപ്പോ എത്ര കിട്ടി നമുക്ക്? 360. ഒരു കുട്ടി കൂടി വന്ന് നമ്മളത് കൂട്ടിയപ്പോ എത്ര കിട്ടി? 368. അപ്പൊ ആ കുട്ടിയുടെ ഏജ് എത്രയായിരിക്കും? കുട്ടിയുടെ ഏജ് 368 മൈനസ് 360 ആയിരിക്കും. അത് 8. ഓപ്ഷൻ ബി എന്താണ്? ഇങ്ങനെയാണ് ഇത് ചെയ്യുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുക്കുക. ഒന്നുകൂടി പറയാം. 15 പേരുടെ 24 തന്നു. ഒരു കുട്ടി വന്നപ്പോ ഇത് എത്രയായി? 16 ആയി. അപ്പൊ എത്രയാണ്? 23. അപ്പൊ നമ്മൾ 15 പേരുടെ വെച്ചിട്ട് സമ്മ കണ്ടുപിടിച്ചു. പിന്നെ ഒരു കുട്ടി വന്നപ്പോൾ ഉള്ള 16 പേരെ അത് വെച്ച് സമ്മ കണ്ടുപിടിച്ചു. അത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? പുതുതായിട്ട് ആഡ് ചെയ്ത കുട്ടിയുടെ ഏജ് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇതേപോലത്തെ കുറെ എണ്ണം പൊതുവെ എക്സാമുകൾക്ക് ചോദിക്കാറുള്ളതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് വെയിറ്റ് ഓഫ് 15 members of a football 15 members in a football team is 24 kg. When a new member included, the average weight increased by 2. What is the weight of the new member? നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് പോലെ തന്നെയാണ്. കാരണം ആവറേജിന്റെ ഇക്വേഷൻ എന്താണ്? ആവറേജിന്റെ ഇക്വേഷൻ സം ബൈ നമ്പർ. ഇവിടെ ആവറേജ് എത്രയാണ് തന്നിരിക്കുന്നത്? ആവറേജ് വെയിറ്റ് ഓഫ് 15 members 24 ഈക്വൽ ടു സം ബൈ നമ്പർ. എത്ര? 15 പേരുടെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ സം ഈക്വൽ ടു എന്ത് വരും? 24 × 15. 24 × 15 വരും. 5 × 4 22, 10 12 4 2 0 6 3 360. അപ്പൊ ഇത് 360 കിട്ടി. എത്ര? 15 പേരുടെ 360 കിട്ടി. When a new member is added, പുതിയൊരു മെമ്പർ വന്നപ്പോൾ the average weight increases by 2. ആവറേജ് വെയിറ്റ് 2 നമ്പർ കൂടി. അതായത് 24 ആയിരുന്നു. അത് എത്രയെന്നാണ് പറയുന്നത്? 26 ആയി. അപ്പൊ വീണ്ടും ചെയ്യാം. ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. ആവറേജ് 24 എന്നുള്ളത് എത്രയായി? 26 ആയി. 26 ഈക്വൽ ടു സം ബൈ പുതിയൊരു മെമ്പർ വന്നൂല, ന്യൂ മെമ്പർ. അപ്പൊ നമ്പർ എത്രയായി? 16 ആയി. 16. അപ്പൊ സം ഈക്വൽ ടു എന്ത് വരും? 26 × 16 വരും. 36 3 12 15 6 2 6 11 416 416. അപ്പൊ ഒരാൾ വന്നപ്പോ വെയിറ്റ് സം എത്രയായി? 416. അയാൾ ഇല്ലായിരുന്നപ്പോ മൊത്തം എത്രയായിരുന്നു? 360 ആയിരുന്നു. അപ്പൊ പുതിയ ആളുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഏജ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്, ഏജ് അല്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ 416 മൈനസ് 366 556. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുക്കുക. ഒന്നുകൂടി പറയാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 15 പേരുടെ വെയിറ്റ് 24 kg. ഒരാൾ വന്നു, അതായത് 16 പേരുടെ വെയിറ്റ് ആയപ്പോ ആവറേജ് എന്ത് ചെയ്തു? 2 കൂടി, അതായത് 26 ആയി. അപ്പൊ സമ്മ് ഇങ്ങനെ കണ്ടുപിടിച്ചു, സമ്മ് ഇവിടുന്ന് കണ്ടുപിടിച്ചു. 2 പേര് കുറച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി? പുതുതായിട്ട് വന്ന ആളുടെ വെയിറ്റ് കിട്ടി. വെയിറ്റ് ആണ് ഇവിടെ, വെയിറ്റ് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. ഇത് എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കി വെക്കുക.
ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീഡിയോ പോസ് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക, എന്നിട്ട് ഈ ആൻസർ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് ചെയ്ത് ശരിയാണ് ആൻസർ കിട്ടിയത് ശരിയാണോ നോക്കുക. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് റൺസ് ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ ഓഫ് 10 innings വാസ് 32. അതായത് 10 innings ആവറേജ് റൺസ് എത്രയാണ്? 32 ആണ്. ഹൗ മെനി റൺസ് മസ്റ്റ് ഹി മേക്ക് ഇൻ ഹിസ് നെക്സ്റ്റ് ഇന്നിങ്സ്? അടുത്ത ഇന്നിങ്സിൽ ആൾ എത്ര റണ്ണ് ആഡ് ചെയ്യണം? സോ ആസ് ടു ഇൻക്രീസ് ഹിസ് ആവറേജ് ഓഫ് റൺസ് ബൈ 4. എത്ര റൺസ് എടുത്താലാണ് ആളുടെ ആവറേജ് എത്രയായിട്ട് കൂടുക? 4 കൂടണം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എഴുതുക ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ ആണ്. ആവറേജ് ഓഫ് 10 32 തന്നിട്ടുണ്ട്. 32 ആവറേജ് 32 തന്നിട്ടുണ്ട്. സം ബൈ നമ്പർ 10. അപ്പൊ സം എത്ര കിട്ടി? 32 × 10 320 കിട്ടി. അപ്പൊ ഒരു സം കിട്ടി എത്രയാണ്? മൊത്തം ആള് 10 innings സ്കോർ ചെയ്ത റൺ എത്രയാണ്? 320 ആണ്. ഇനി എന്താ വേണ്ടത്? ആവറേജ് എത്ര കൂട്ടണം? 4 കൂട്ടണം. ആവറേജ് 4 കൂട്ടണം. ആവറേജ് 4 കൂട്ടുക എന്ന് പറയുമ്പോൾ 32 എന്നുള്ളത് എത്രയാവണം? 36 ആവണം. സം ബൈ അപ്പൊ എത്ര? ഒരു 11 ആയി. ഒരു ഇന്നിങ്സ് കൂടി കൂടുമ്പോൾ എത്ര? 10 എന്നുള്ളത് 11 ആയി. അപ്പൊ ഇവിടെ സമ്മ വരുന്നത് 36 × 11 6 3 6 3 6 9 396 396 396. അപ്പോ ഇവിടെ സമ്മ 320, ഇവിടെ സമ്മ 396. അപ്പൊ അടുത്ത എത്രയാണ് സ്കോർ ചെയ്യേണ്ടത്? 396 - 320 6 9 2 പോയ 76. ഓപ്ഷൻ എ കണ്ട 76 റണ്ണ് അടുത്ത ഇന്നിങ്സിൽ സ്കോർ ചെയ്താൽ ആളുടെ ആവറേജ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്യും? 32 എന്നുള്ളത് 4 കൂടി എത്രയോ? 36 ആവും. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുത്തോളൂ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത് പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് ഓഫ് 5 consecutive odd numbers is 61. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പേഴ്സ്? നമുക്ക് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ, 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് ഒരു നമ്പർ ആയിട്ട് എടുത്താൽ അടുത്ത നമ്പർ x+2 ആവും, അത് കഴിഞ്ഞ് x+4 ആവും, അത് കഴിഞ്ഞ് x+6 ആവും, പിന്നെ അടുത്തത് x+8 ആവും. അതായത് ഇപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ 1 കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വാല്യൂ എന്ത് കിട്ടും? 1+2 3 കിട്ടും, 1+4 5 കിട്ടും, 1+6 7 കിട്ടും, 1+9. അപ്പൊ നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടി. അതായത് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ എക്സിന് ഇങ്ങനെ ഏത് വാല്യൂ കൊടുത്താലും അതിനോട് 2 ആഡ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ അതിന്റെ ആവറേജ് എത്ര തന്നിട്ടുണ്ട്? 61 തന്നിട്ടുണ്ട്. അപ്പൊ ആവറേജ് ഈക്വൽ ടു എന്തായിരുന്നു? സം ബൈ നമ്പർ. ആവറേജ് എത്ര തന്നിരിക്കുന്നത്? 61. അപ്പൊ 61 ഈക്വൽ ടു ഇതാണ് നമ്പേഴ്സ്. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടണം. x plus x+2 plus x+4 plus x+6 plus x+8 all divided by എണ്ണ എത്ര ഉണ്ട്? 5. അപ്പൊ 61 ഈക്വൽ ടു ഇതെല്ലാം കൂടി കൂട്ടുക. ഒരു x 1 2 3 4 5 x ഉണ്ട്. 5x plus 2 4 ഇത് ഈ നമ്പേഴ്സ് 2 4 6 6 12 12 8 20 20 by 5. ഇനി ഈ 61 ഇങ്ങോട്ട് എന്ത് ചെയ്യുമ്പോൾ 6 × 5 × 5 വരും. 6 × 5 30. 305 ഈക്വൽ ടു 5x plus 20 വരും. ഇത് സോൾവ് ചെയ്താൽ 20 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പൊ 5x ഈക്വൽ ടു എന്ത് വരും? 305 - 20 ചെയ്യുമ്പോൾ 285 കിട്ടും. x ഈക്വൽ ടു 285 by 5 28 5 5 പ്രാവശ്യം 35 57 കിട്ടും. എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ 57 കിട്ടും. അപ്പൊ എക്സ് ഇതാണ് ഇതിലെ ഏറ്റവും ഹയസ്റ്റും ലോവസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് എന്ത് കിട്ടി? 57 കിട്ടി. വലിയ നമ്പർ എത്രയാണ്? x+8 എന്ന് പറയുന്നത് 57 + 8 ആയിരിക്കും. 57 + 8 എന്ന് പറയുമ്പോൾ 65. അപ്പൊ നമ്പേഴ്സ് എത്രയൊക്കെയാണ്? 65 57. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. 65 - 57. അതായത് നമുക്ക് എന്ത് കിട്ടും? 8 തന്നെ കിട്ടും. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. കാരണം ചോദിച്ചിരിക്കുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് നമ്പർ. ഹൈയസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതും ലോവസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇതും. ഇങ്ങനെയാണ് ഇത് ഡിഫറൻസ്. ശരിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് എടുക്കാം. എന്നാലും സ്റ്റെപ്പ്
ഒന്ന് അറിഞ്ഞിരുന്നോളൂ. വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കാം. എട്ടാമത്തെ കണക്ക് നോക്കാം. എട്ടാമത്തെ ഒരു വ്യത്യാസമുള്ള കണക്കാണ്. എട്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഫോർ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ വാസ് 48 degrees and for Tuesday, Wednesday, Thursday and Friday was 46 degrees. If the temperature on Monday was 42 degrees, find the temperature on Friday. കാണുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കാം. അതായത് നമുക്ക് അറിയാവുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ ആണ്. ഇതാണ് അറിയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഫോർ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അതായത് മൺഡേ പ്ലസ് ട്യൂസ്ഡേ പ്ലസ് വെനസ്ഡേ പ്ലസ് തേഴ്സ്ഡേ ഈക്വൽ ടു ഞാൻ എഴുതുകയാണ് 40 ഈക്വൽ ടു നോക്കിക്കോ. അതായത് ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ അല്ലേ. അപ്പൊ എല്ലാ ദിവസത്തെ സമ്മ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ഇതിന്റെ സമ്മ് ഞാൻ ഇവിടെ എഴുതി. സം ഈക്വൽ ടു എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ആവറേജ് എത്രയാണ്? 48. നമ്പർ എത്രയാണ്? 1 2 3 4. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 48 ഇൻറ്റു 4, 8 ഇൻറ്റു 4 32, 3 4 ഇൻറ്റു 4 16, 192. 192. അതായത് സം മൺഡേ, ഈ സം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഈ സം ഈക്വൽ ടു എന്ത് എഴുതി? ആവറേജ് ഇൻറ്റു നമ്പർ. ആവറേജ് എന്ന് പറയുന്നത് 48 ആണ്. നമ്പർ എത്രയാണ്? 4 ആണ്. അങ്ങനെ ഇന്ത്യ 192 എഴുതി. അതേപോലെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ട്യൂസ്ഡേ പ്ലസ് വെനസ്ഡേ പ്ലസ് തേഴ്സ്ഡേ പ്ലസ് ഫ്രൈഡേ ഈക്വൽ ടു തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇതിന്റെ ആവറേജ് 46 ആണ്. അപ്പൊ 46 ഇൻറ്റു NG ആണ്. അതായത് 46 ഇൻറ്റു വീണ്ടും 4, അപ്പൊ 24 2 16 18 184 കിട്ടി. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൺഡേയില് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 42 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ ഈ മൺഡേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നോക്കിയാൽ 42 പ്ലസ് ട്യൂസ്ഡേ പ്ലസ് വെനസ്ഡേ പ്ലസ് തേഴ്സ്ഡേ ഈക്വൽ ടു 192. അതിൽ നിന്ന് ഇത് ട്യൂസ്ഡേ പ്ലസ് വെനസ്ഡേ പ്ലസ് തേഴ്സ്ഡേ ഈക്വൽ ടു എന്ത് വരും? 192 മൈനസ് 42. 192 മൈനസ് 42 0 5 150. അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടി? 150 കിട്ടി. അതായത് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേയുടെ എത്ര കിട്ടി? 150 കിട്ടി. അതായത് നോക്കിയേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേയുടെ നമുക്ക് എത്ര കിട്ടി? സമ്മ് 150 കിട്ടി. ഇത് 84 അറിയാം. അപ്പൊ ഫ്രൈഡേയുടെ കണ്ടുപിടിക്കാൻ നമുക്ക് സുഖമായിട്ട് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതായത് ഇത് എത്രയാ? 150 ഇവിടെ ചെയ്യാണ്. 150 പ്ലസ് ഫ്രൈഡേ ഈക്വൽ ടു 184. 150 പ്ലസ് ഫ്രൈഡേ ഈക്വൽ ടു 184. അപ്പൊ ഫ്രൈഡേയുടെ എന്ത് വരും? 184 മൈനസ് എത്ര വരും? 150 4 34. ഫ്രൈഡേ 34 ഓപ്ഷനിൽ യെസ്. ഓപ്ഷൻ എ ആണ്. ഇത് ചെറിയ വ്യത്യാസമുള്ള കണക്കാണ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതി എടുക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കാണുക. കുറച്ച് വ്യത്യാസമുള്ള കണക്കാണ്. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് ഹിസ് വൈഫ് വാസ് 23 years at the time of their marriage. After 5 years they have a 1-year-old child. Average age of the family now is dash. അതായത് ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് ഹിസ് വൈഫ് വാസ് 23. അത് കല്യാണം കഴിക്കുന്ന സമയത്ത് അവരുടെ ആവറേജ് എത്രയായിരുന്നു? 23 years ആണ്. അപ്പൊ ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. അപ്പൊ ആവറേജ് എന്ന് പറയുന്നത് 23 ഈക്വൽ ടു സം ബൈ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ്, ഹസ്ബൻഡ് വൈഫ്. അപ്പൊ 2. അപ്പൊ സം ഈക്വൽ ടു എത്രയായിരുന്നു? 6 46. 23 6 24 46. സം അപ്പൊ എത്ര വന്നു? 46. അതായത് ഹസ്ബൻഡിനെ വൈഫിനെ സം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടി? 46 കിട്ടി. ആഫ്റ്റർ 5 years 5 വർഷം കഴിയാണ്. 5 വർഷം കഴിയുമ്പോ ഈ സം എന്ന് പറയുന്നത് എത്രയാവും? 46 പ്ലസ് ഹസ്ബൻഡിന്റെ 5 വൈഫിന്റെ 5 കൂടും. 5 വർഷം കഴിയാണല്ലോ. അപ്പൊ 56 ആവും. പ്ലസ് 10 56 ആവും. അപ്പൊ ആഫ്റ്റർ 5 years they have a child of 1-year-old. ചൈൽഡ് 1-year-old ആണ്. അപ്പൊ ഇവരുടെ ഏജ് 56 ആവും. പിന്നെ ഒരു ചൈൽഡ് ഉണ്ടല്ലോ, അത് +1 ആവും. അപ്പൊ എത്രയും 57 ആവും. അപ്പൊ മൊത്തം സമ 57 ആവും. ദി ആവറേജ് ഏജ് ഓഫ് ഫാമിലി നൗ. ഇപ്പത്തെ എല്ലാവരുടെയും സം എത്രയാണ്? ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ. ഇപ്പൊ സം 57 ആയി. ബൈ നമ്പർ 3 ആണ്.
മൊത്തം 3 പേരാണ്, ഹസ്ബൻഡ് വൈഫും, ആ കുട്ടി കൂടി ഉണ്ട്, അത് ഓർക്കണം. അപ്പൊ വെട്ടി പോകുമ്പോ 1 2 27 1 9 90 90. ഓപ്ഷൻ സി ആണ് ആൻസർ. എളുപ്പമാണ് സംഭവം. ആവറേജ് ഏജ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് 23 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് സം കണ്ടുപിടിച്ചു. അതായത് കല്യാണം കഴിക്കുന്ന സമയത്തുള്ള സം 46, പിന്നെ 5 വർഷത്തിന് ശേഷമാണ് കുട്ടി ഉണ്ടാവുന്നത്. അപ്പൊ 46നോട് കൂടി 2 5 ആഡ് ചെയ്യാൻ ഓർക്കണം, ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും. അപ്പൊ സം നമുക്ക് എത്ര കിട്ടി? 46 + 10 56 കിട്ടി. പിന്നെ 1 വയസ്സുള്ള കുട്ടി ഉള്ളതുകൊണ്ട് 1 കൂട്ടി. അപ്പൊ ഇത് കൂട്ടുമ്പോ 57 കിട്ടി. ചോദിച്ചിരിക്കുന്ന ആവറേജ് ഏത്? നൗ ഫാമിലി ആവറേജ് ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 57 ആവറേജ് ഈക്വൽ സം ബൈ നമ്പർ 57/3. 57/3 വെട്ടി ചെറുതാക്കി ചെയ്യുമ്പോൾ 19. വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്തെടുക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ദി ആവറേജ് മാർക്സ് ഓഫ് എ സ്റ്റുഡന്റ് ഇൻ 7 സബ്ജക്ട് ഈസ് 85. ഇസ് ആവറേജ് മാർക്സ് ഇൻ 6 സബ്ജക്ട് എക്സെപ്റ്റ് ഇംഗ്ലീഷ് ഈസ് 83. വാട്ട് ഈസ് ഹിസ് മാർക്സ് ഇൻ ഇംഗ്ലീഷ്? എളുപ്പമാണ്. അതായത് average mark average equal to sum by number average marks of a student in 7 subject le average എത്ര? 85. അപ്പോൾ 85 equal to sum by number 7. അപ്പോൾ sum equal to എന്ത് വരും? sum equal to 85 into 7. 85 into 7 75 35 3 49 56 59 595. അപ്പോൾ sum ഇവിടെ എത്ര കിട്ടി? sum equal to 595 കിട്ടി. sum 595 ഫസ്റ്റത്തെ ഒരു ഇതിൽ കിട്ടി. അത് കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ഹിസ് ആവറേജ് മാർക്സ് ഇൻ 6 സബ്ജക്ട് ഇംഗ്ലീഷ് ഒഴികെ 6 സബ്ജക്ട് എത്രയാണ്? ആവറേജ് ഈക്വൽ ടു സം ബൈ നമ്പർ 83. 83 ഈക്വൽ ടു സം ബൈ നമ്പർ എത്രയാണ്? 6. എസ് ഈക്വൽ ടു 83 into 6 18 1 40 36 40 48 49 498. അപ്പൊ ഈ സമ്മ 498. അപ്പൊ ഇംഗ്ലീഷിന്റെ മാർക്കാണ് അറിയേണ്ടത്. ഇംഗ്ലീഷിന്റെ മാർക്ക് അപ്പൊ എന്തായിരിക്കും? 595 മൈനസ് 498. 595 മൈനസ് 498 ചെയ്യുമ്പോൾ 97 ആണ് കിട്ടുന്നത്. 595 97. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. വീഡിയോ പോസ് ചെയ്ത് നോട്ട് എഴുതിയെടുക്കുക. ഇതേപോലത്തെ കുറെ എണ്ണം ചെയ്ത് പ്രാക്ടീസും ചെയ്യണം. ഡൗട്ടുള്ളവർ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഒരു സം 7 സബ്ജക്റ്റിന്റെ സം 595 കിട്ടി, 6 സബ്ജക്റ്റിന്റെ സം 498 കിട്ടി. ഒരെണ്ണം കൂട്ടാട്ടിരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇത് മൈനസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ഇത് ചെയ്തത്. ഈ എടുത്ത പ്രോബ്ലംസ് മൊത്തം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.